നമ്മളിപ്പോൾ ഉള്ളത് മഥുരയിലാണ്. അതെ, മഥുരയിലേക്ക് എന്തിനാണ് എന്ന് വെച്ചാൽ ഒരു സിയാറത്തിന് കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വായിക്കാൻ കിട്ടാത്തൊരു പേരായതുകൊണ്ട് ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ എത്തി. ഞങ്ങളെ ബസ് ദേ ഇവിടെ പാർക്ക് ചെയ്തപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാണുന്ന മലയുടെ അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അതായത് ആ ഒരു മലയുടെ ഏറ്റവും മുകളിലേക്ക്. അതെ, ഇപ്പോൾ ഞങ്ങളുള്ളത് മധുരയിലുള്ള ഒരു സിക്കന്ദർ മല കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിലായിട്ട് ഒരു മക്കാമുണ്ട്. വളരെ പ്രസിദ്ധമായ മക്കാമാണ്. ഒരുപാട് ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നിട്ടുണ്ട്, വരാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്ന് കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇടത്തെ ഭാഗത്തായിട്ട് കാണുന്നില്ലേ ഒരു അമ്പലത്തിൻ്റെ പോലെ ഒരു കവാടം. അപ്പോൾ ഈ ഒരു മലയിൽ കൂടെ തന്നെ അതിൽ ഒരു അമ്പലത്തിലേക്കും കൂടി നിങ്ങൾക്ക് പോവാം. ആ ഒരു റൂട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഏറ്റവും മലയുടെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഏകദേശം 900-നും അല്ലെങ്കിൽ 1000-നും മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു മലയിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും അതിപ്പോൾ കാരണം അത്രയും ഒരുപാട് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളൊരു ഊഹാപോഹം വെച്ച് പറയാൻ മാത്രം. പിന്നെ പല ചരിത്രങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ ഒരു മല കയറാനായിട്ട് അത്യാവശ്യം ആരോഗ്യം തന്നെ വേണമെന്ന് പറയാം. എന്നിരുന്നാലും ഇല്ലാത്ത ആളുകൾക്കും കയറാം. കാരണം നമ്മൾ ആ ഒരു താല്പര്യത്തോട് കൂടി തന്നെ കയറിയാൽ നമുക്കൊരു ക്ഷീണവും ഇല്ലാതെ തന്നെ മുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ. വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മലയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒരു കാട്ടിലൂടെ പോകുന്ന ഫീലാണ്. ഇത് കണ്ടോ, ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള ഒരു പ്രായമായ ഒരാളാണ് വളരെ ആവശ്യത്തോടു കൂടി തന്നെ മുന്നിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ വരുന്നതേ ഉള്ളത് കണ്ടോ. ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു മലയിലേക്ക് കയറുമ്പോൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇതേപോലെ ഉണ്ടോ ഒരു കല്ല് കൊണ്ടൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു മലയിലേക്ക് കയറുമ്പോൾ ഇതുപോലെ ഒരു വെള്ളക്കുപ്പിയും കൂടി കയ്യിലൊന്ന് കരുതട്ടോ. കാരണം അത്യാവശ്യം നല്ല ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം കുപ്പിയോടെയും കരുതിയാൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു കാണുന്നതിലേക്കൂടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു അമ്പലത്തിലേക്കുള്ള റൂട്ട്. ആ ഒരു റൂട്ടിലൂടെയാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതുണ്ടോ മരങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ കാണാം. ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം സമയത്താണ് ഇവിടെ എത്തിയത്. ആ സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വെയിലുണ്ട് എന്ന് തന്നെ പറയാം. ഏതായിരുന്നാലും രാവിലെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി നല്ലത്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണി 10 മണിക്ക് ശേഷമല്ല, ഒരു 7 മണിക്കൊക്കെ കയറിയാൽ നമുക്ക് വെയിലില്ലാതെ തന്നെ അത്യാവശ്യം നമുക്ക് മുകളിലേക്ക് എത്താറുണ്ടാവും. ഇതേപോലെയൊക്കെയാണ് ഇത്. കുറച്ചുകൂടെയൊക്കെ മുകളിലെത്തിയാൽ ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ അപകടം പിടിച്ച കാര്യമാണ്. നമ്മൾ മക്കളൊക്കെ ആയിട്ട് ഈ ഒരു മലയിലേക്ക് കയറുകയാണെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം അവർക്കൊക്കെ ഈ സ്റ്റെപ്പിലൂടെയൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു ചവിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വീണ് പോകാനും അപകടം ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ ആയിട്ട് ഈ ഒരു മലയിലേക്ക് കയറുന്ന രക്ഷിതാക്കളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. കണ്ടോ ഓരോ കല്ലുകളാട്ടി. അപ്പോൾ ആ ഒരു ഏകദേശം നമ്മൾ തോപ്പിലെത്തി എന്ന് പറയാനായിട്ടില്ല, എന്നിരുന്നാലും ഒരു അത്യാവശ്യം നമ്മൾ മുകളിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് മലയാളികളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. പിന്നെ ഇവിടെ തമീമരായിട്ടുള്ള ആളുകളും അവിടുത്തെ ജനങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം കേട്ടോ ഞാനിവിടെ വരുന്നത്. ഇതിനു മുമ്പ് ഒരു തവണ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായിരുന്നാലും ഞങ്ങൾ ഏകദേശം ഈ ഒരു മലയുടെ ടോപ്പിലെത്തി എന്ന് പറയാനായിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് മലയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മലയിലേക്ക് കയറുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് കുരങ്ങന്മാർ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ കുപ്പികളൊക്കെ അവരെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം കൂടി ഈ ഒരു മലയിലേക്ക് കയറുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറിയ സമയത്ത് കുരങ്ങന്മാരെയൊന്നും ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ മറ്റുമൊക്കെ അവർ അടിച്ചു കൊണ്ടുപോകാനുള്ളതുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി മുകളിലേക്ക് വന്നാൽ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന ഇതുപോലെ വലിയ പാറകളാണ്. ആ ഒരു പാറേൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ അവിടെ നിന്നും ഇനിയും മുകളിലേക്ക് പോകണം.
അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കുരങ്ങന്മാരൊക്കെ പറഞ്ഞാൽ അവിടെ മുകളിലൊക്കെ കാണാൻ പറ്റും കേട്ടോ, പക്ഷെ നമ്മളടുത്തേക്കൊക്കെ വരുന്നില്ല. എന്നിരുന്നാലും ചില സമയങ്ങളിലൊക്കെ നമ്മളെ ശല്യം ചെയ്തൊക്കെ ഉണ്ട് എന്നിരുന്നാലും. അപ്പോൾ നമ്മളവരെ ഒന്ന് ശല്യം ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കാണുന്ന ഒരുപാട് മക്കാമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മലയുടെ ഏറ്റവും മുകളിൽ കിടക്കുന്ന സിക്കന്ദർ ബാദുഷാ തങ്ങളെ കൂടെ വന്ന് യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകളൊക്കെ മക്കാമുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ മരങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മലയിലേക്ക് കയറുന്ന മുമ്പായിട്ട് തന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് പോകട്ടോ, എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് നല്ല റാഹത്തായിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന മക്കാമുകളൊക്കെ കണ്ടല്ലോ, അപ്പോൾ ഇവരെ കൂടെ വന്ന് ഷഹീദായ ആളുകളൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് ഇനിയും പോകണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ, അതായത് ഈ ഒരു കാണുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലേ, അതിലൂടെ മുകളിലേക്ക് പോകണം. അപ്പം മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ അത്യാവശ്യം കാറ്റുകൊണ്ട് എന്നിരുന്നാലും ഒരു വെയിലിൻ്റെ ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ക്ഷീണം കൂടി ഞങ്ങൾക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. ഏതായിരുന്നാലും ഞങ്ങൾ അത്യാവശ്യം മുകളിലെത്തി. ഇനി ഈ ഒരു മലയുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു സിക്കന്ദർ മല, അതായത് ഈ ഒരു സിക്കന്ദർ ബാദുഷാ തങ്ങളെ ഈ ഒരു മലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഹിജാസിൽ നിന്നാണ് സിക്കന്ദർ ബാദുഷാ തങ്ങൾ ഇവിടെ എത്തിയത്. ജിദ്ദയിൽ നിന്നും കൊല്ലവർഷം 1185 കൊല്ലം തുറമുഖത്ത് കപ്പലിറങ്ങിയ സംഘത്തെ ചെയർമാൻ സ്വീകരിച്ചു. വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവിടെ നിന്നാണ് തമിഴ്നാട്ടിലെത്തുന്നത്. മധുരയിൽ വൈഗാ നദിക്കരയിൽ താമസമുറപ്പിച്ചു. തദ്ദേശീയരായ ജനങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തു. ധാരാളം ആളുകൾ ഈ ഒരു ആളുകളുടെ ജീവിതം കണ്ടു മുസ്ലിമുകളായി. പിന്നെ അന്നത്തെ കാലത്ത് മധുര ഭരിച്ചിരുന്ന ചോള സാമ്രാജ്യ നായകൻ ആ ഒരു മനുഷ്യനെ ഇത് വളരെയധികം പ്രകോപിച്ചു. കാരണം വാരണ്യവർഗത്തിൽ പീഡനങ്ങളിൽ കിടന്നു ഞെരിഞ്ഞമർന്ന കീയാള ജനങ്ങൾ ശബ്ദം വീണ്ടെടുക്കുന്നത് വീരപാണ്ഡ്യനെ അസ്വസ്ഥനാക്കി. അതേസമയം തന്നെ ഏർവാടിയിൽ ഇബ്രാഹിം ബാദുഷാ തങ്ങളും പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നു. രൂക്ഷമായ പോരാട്ടമാണ് പിന്നെ നടന്നത്. കാലങ്ങളോളം അടിമകളായി ജീവിച്ച ഒരു ജനത ഇസ്ലാമിലൂടെ ശബ്ദം വീണ്ടെടുക്കുകയായിരുന്നു. വീരപാണ്ഡ്യവർമ്മൻ്റെ പട്ടാളം തോറ്റു പിന്തിരിഞ്ഞു. ധാരാളം നല്ലവരായ നാട്ടുരാജാക്കന്മാരുടെ പിന്തുണ സിക്കന്ദർ ബാദുഷാ തങ്ങൾക്കുണ്ടായിരുന്നു. ഒടുവിൽ മധുര ഭരണം ബാദുഷാ തങ്ങളുടെ കയ്യിലായി. പിന്നെ 12 വർഷം എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായ ബാദുഷാ തങ്ങൾ മധുര മരിച്ചു. മറ്റു മതക്കാരും ഭരണാധികാരും എന്നതിനപ്പുറം ഈ ഒരു പുണ്യപുരുഷൻ എന്ന നിലക്കാണ് ബാദുഷയെ നോക്കിക്കണ്ടുന്നത്. ഒരു പതിറ്റാണ്ടു ശേഷം രാജ്യം വിട്ടുപോയ വീര്യപാണ്ഡിത്യ ആ ഒരു സൈന്യാധിപൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ചെറിയ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു മക്കാമിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ മുകളിലെത്തി. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ലൊരു ദൂരം തന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനുണ്ട്. അപ്പോൾ ഏതായാലും ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ്ടോ ഈ ഒരു പള്ളിയുടെ ഈ ഒരു ദർഗ ഷെരീഫിലുള്ള ഈ ഒരു പള്ളിയുടെ പുറത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് കാണുകളാം. പിന്നെ നമുക്ക് ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ നാം പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും ദൂരത്തുനിന്ന് താഴ്ന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദാഹിക്കാം, ക്ഷീണം ഉണ്ടാകാം. വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മളേതായാലും ഇവിടെ നിന്ന് ഒരു വെള്ളം കുടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിവിടെ നിന്ന് വെള്ളം കുടിക്കുക. ഇത്തിരി വില കൂടുതലാണ്, എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ദാഹം പറ്റാൻ വളരെയധികം നല്ലതാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോയിനെയും കൂടിയും കാണാം. ഇതാരെങ്കിലും നീർച്ച കൊടുത്തതായിരിക്കും, അറിയില്ല. ഏതായിരുന്നാലും ഈ ഒരു പള്ളിയിലേക്ക് നിർമ്മാണമൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം കൗതുകം തന്നെയാണ്. കാരണം ഇത്രയും മുകളിൽ ഇങ്ങനെ ഒരു നിർമ്മാണം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഹസ്രത്ത് സിക്കന്ദർ ബാദുഷാ തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു നേരെ കാണുന്നതാണ് ഈ ഒരു ദർഗാ ഷെരീഫിനകത്തെ കാഴ്ചകൾ. ഏതായിരുന്നാലും ഇവരൊക്കെ ഒരു മഹാന്മാരെയൊക്കെ ഒരു പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഒരു ഗേറ്റൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കണ്ണാടിയും പിന്നെ മറ്റു ചുമരിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ. ഇവിടെ ഒരു മയിൽപ്പീലിയൊക്കെ ഉണ്ട് കേട്ടോ, അത് എന്തിനാണെന്നറിയില്ല. ഏതായിരുന്നാലും ഒരു പച്ച പെയിൻ്റൊക്കെ അടിച്ച് കാണാം. പിന്നെ ഈ ഒരു കയറി ചെല്ലുന്നിടത്ത് തന്നെ മറ്റൊരു മക്കാമും കൂടി കാണാം. അതായത് ഈ ഒരു സിക്കന്ദർ ബാദുഷാ തങ്ങളെ കൂടെ വന്ന് ഷഹീദായ ആരെങ്കിലും ആയിരിക്കാം, അറിയില്ല. ഏതായിരുന്നാലും അവരെയൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ബാദുഷാ തങ്ങളെ മക്കാമ് എന്ന് പറയുന്നത്. ഈ ഒരു ബാദുഷാ തങ്ങൾ സുജൂദ്
ചെറുതിലായിരിക്കുമ്പോഴാണ് ഈ ഒരു ശത്രുക്കൾ വന്ന് വധിച്ചത് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.